ഈ മഞ്ജു ചേച്ചിയുടെ കൂടെ സിനിമ അഭിനയിച്ച ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? ആദ്യം മഞ്ജു ചേച്ചിയെ കണ്ടപ്പോൾ, കാരണം സേതുലക്ഷ്മി അമ്മ ഒരുപാട് ചേച്ചിയുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നേരിട്ട് ആദ്യമായിട്ട് ആ സിനിമയിലാണോ നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്? ഞെട്ടി. എന്തിന്? അല്ല, ഞാനൊന്നും ഇങ്ങനെ അവിടെ നിന്ന് കണ്ടപ്പോഴത്തേക്ക് മഞ്ജുവിനെ കാണാൻ ഞാനിങ്ങനെ നേരിൽ കണ്ടിട്ടില്ല. എന്തോ കണ്ണെഴുതി പൊട്ടുന്നത് അങ്ങനെയുള്ള കുറേ പടങ്ങൾ ഞാൻ TV കണ്ടിട്ടേ ഉള്ളൂ, അല്ലാതെ കണ്ടിട്ടില്ല. അത്രയും വലിയൊരു കൊച്ചുകുട്ടി നടി, വലിയൊരു നടി, കൊച്ചുകുട്ടി അതിനെ കാണാതിരിക്കും. അപ്പൊ ഇത്രയൊക്കെ എന്ന് പറഞ്ഞാലും അവരെ കണ്ടപ്പോഴും ഞാനൊന്ന് ഞെട്ടി. എങ്ങനെ ഇവരെ കൂടെ എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. മഞ്ജുവിനോട് അഭിനയിക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടുമുണ്ടോ മഞ്ജുവിന്റെ തിരിച്ചു വരവ്, ഞാൻ അഭിനയിക്കാൻ പോണ്, എനിക്ക് സന്തോഷം, ഇതൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ മഞ്ജുവിനെ കണ്ടപ്പോൾ എനിക്ക് വയ്യ, ഞാൻ എങ്ങനെ അഭിനയിക്കുമെന്നായിരുന്നു. അവരെ കൂടെ ഞാൻ എങ്ങനെ അഭിനയിക്കും എനിക്കൊക്കെ. പക്ഷെ മഞ്ജുവിൻ്റെ ആദ്യത്തെ എന്നോടുള്ള ആ ഒരു പെരുമാറ്റം ഓടി വന്ന് ഇനി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ്, ഇത്ര നാൾ ഇത് എവിടെ ഒളിച്ചിരുന്നത്, ഞാൻ കണ്ട് ലെഫ്റ്റ് ഞാൻ കണ്ടു, എന്തുവായിരുന്നത്, ഇതിനു മുമ്പൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണ്ടേ? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൊണ്ടേന്ന് ഇങ്ങനെയാണ്. അതും പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെന്നോടുള്ള പെരുമാറ്റം കൊണ്ട് എനിക്ക് ഒരു അറപ്പില്ലാതെ അഭിനയിച്ചു. സുരേഷ് ചേട്ടന് ഏതെങ്കിലും ഒരു ഡയറക്ടറിനോട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? എന്നെ വേണമെന്നുള്ളവർ എന്നെ വിളിക്കുള്ളൂ. അങ്ങനെയാണുള്ളൂ. എനിക്ക് അങ്ങനെ ആരോ കൂടെ അഭിനയിക്കണമെന്ന് നിർബന്ധം താല്പര്യമില്ല. പിന്നെ എല്ലാ സംവിധാനം വിളിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ള, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഈ എന്തെങ്കിലും ഒരു വേഷം, പ്രത്യേകതരം ഒരു വേഷം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഈ സാധാരണ ഇതല്ലാതെ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനൊരു നടൻ ആവാൻ ആഗ്രഹിച്ച ആളല്ല, നടനല്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്ക് പ്രത്യേക റോൾ, അങ്ങനെയുള്ള നമുക്ക് റോൾ തന്നാൽ നമ്മൾ ചെയ്യും. പക്ഷെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടുമ്പോൾ അതൊരു വെല്ലുവിളിയല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടണവരേക്ക് ഇപ്പം നമ്മളൊരു പരിശീലനമാണ് എല്ലായിടത്തും പോയി ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി. ഇപ്പോൾ വിജയരാഘവൻ സാറ്, അബു സലീം സാറ്, ഇവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും, നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരും. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഇവരിൽ നിന്ന് രണ്ടുപേരും നല്ല ഉപദേശം കിട്ടിയിട്ടുണ്ട്, വിജയരാഘവൻ സാറിൻ്റെയും അബു സലീം സാറിൻ്റെ ഒക്കെ. നമുക്ക് എന്തായാലും നിങ്ങൾ രണ്ട് ചെറുപ്പക്കാർ മത്സരിക്കുമ്പോൾ ഒരു രസമുള്ള ഒരു മത്സരത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. ഒരു ഗെയിം. ഫുട്ബോൾ ഇഷ്ടമാണോ സേതു അമ്മയ്ക്ക്? പിന്നെ മക്കളെ ഫുട്ബോൾ കളിയല്ലേ, മക്കളെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഗെയിം എന്നൊക്കെ പറഞ്ഞുതരാം. ഇപ്പൊ റെഡി ആണോ എന്ന് പറ. റെഡി എന്ന് പറ. റെഡി. അപ്പൊ ഫുട്ബോൾ കളിക്കാനായിട്ട് 2 കുട്ടികളും ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഇതെന്താന്ന് വെച്ചാൽ ആ ഗോൾ പോസ്റ്റ് കണ്ടോ, ആ ഗോൾ പോസ്റ്റിലേക്ക് ഇപ്പൊ സുരേഷ് ഏട്ടൻ കളിക്കുമ്പോ അവിടെ നിന്നിട്ട് ഇത് ഫുട്ബോൾ ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ കിക്ക്, ആ കിക്കിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ഉള്ളിൽ പോയി വീഴണം ഈ ബോള്. അപ്പോഴാണ് നമ്മൾ ഓരോ പോയിന്റ് വെച്ച് തരുവുള്ളൂ. അപ്പൊ 1 മിനിറ്റ് സമയമുണ്ട്. ആ 1 മിനിറ്റ് സമയത്തിൽ ഒരു ബോളെങ്കിലും നിങ്ങൾ വീഴ്ത്തണം. അത്രേ ഉള്ളൂ നിയമം. മത്സരമാണ്. നിങ്ങൾ 2 പേരും തമ്മിലുള്ള കടുത്ത മത്സരം. സോറി, എനിക്ക് പറ്റിയ ടീം തണ്ടിയൊന്നുമില്ല. എനിക്ക് പറ്റിയ അല്ല, 100 വയസ്സായ ആൾക്കാരാണ്. ചേച്ചി ഭയങ്കരമായിട്ട് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കണ്ട് എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ? ആണോ? കണ്ടിട്ടുണ്ട്. പക്ഷെ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ ചേച്ചി? നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ. എന്തായാലും സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി 2 പേരും ഇവിടെ നിൽക്കുകയാണ്. മത്സരം തന്നെയാണ്. ജയിച്ചു കഴിഞ്ഞാൽ സമ്മാനം, തോറ്റു കഴിഞ്ഞാൽ പണിഷ്മെന്റ്. അമ്മജി അഡ്ജസ്റ്റ്മെന്റ് ആദ്യം സുരേഷ്. ആണുങ്ങൾ ആദ്യം. ചേച്ചി വന്നപ്പോ തന്നെ ഇങ്ങനെ പറഞ്ഞു, അതായത് സുരേഷ് എങ്ങാനും എന്റെ കൂടെ കളിച്ചിട്ട് സുരേഷ് തോറ്റ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ആണുങ്ങൾ എപ്പോഴും ജയിക്കണം. അതാണ് ചേച്ചിയുടെ ഒരു. എന്നോട് കാര്യം ചോദിച്ചല്ലോ, പണ്ടത്തെ സ്ത്രീയുണ്ട്, പുതിയ സ്ത്രീയുണ്ട്, എന്ത് പറയുന്നു ഇതിനെ പറ്റിയിട്ട്? ഞാനാണെങ്കിൽ ഞാൻ ജയിക്കും, അടിച്ചിട്ടിട്ട്. ആണല്ലോ, ഇപ്പോഴത്തെ സ്ത്രീകൾ ജയിക്കും. പക്ഷെ ഞാൻ നോക്കാം. തോറ്റാൽ തോറ്റു. മാക്സിമം ചേച്ചിയെ തോൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. തോറ്റാൽ തോറ്റു. ഞാൻ വിട്ടുകൊടുക്കാം. എന്തെങ്കിലും ആവട്ടെ. ബോൾ പിടിച്ചോളൂ. എന്നിട്ട് നമുക്ക് ഇതാണ് ചേട്ടന്റെ പൊസിഷൻ. നമ്മൾ ഇവിടെ നിൽക്കണം. എന്നിട്ട് ബോൾ ഇവിടെ വെക്കണം. മ്യൂസിക് വരുമ്പോ കിക്ക് ചെയ്യണം. റെഡി? ഓക്കെ. അപ്പൊ റെഡി, 1 2 3 മ്യൂസിക്. കലക്കൻ ഉന്നാചനെ കുറച്ചുകൂടി ശക്തി എടുത്തോ. വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് സോച്ചി റൊണാൾഡോ. അതുപോലെ തന്നെ കറക്റ്റ്. നിങ്ങളിത് കാണുക. അപ്പുറത്തെ പപ്പനാവന്റെ പറമ്പിലേക്കാ പോയത്. ക്രിസ്ത്യാനോ പതുക്കെ.
പട്ടിക്കും മണി വ്യത്യാസത്തിന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി. ഒന്നുകൂടെ സമയം 1 മിനിറ്റ് സമയമുണ്ട്. ഓ അങ്ങനെയുണ്ട്. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിരിക്കും. റെഡി? ഓ സമയം തീർന്നിരിക്കുകയാണ്. സേതുമ്മ, ആണുങ്ങൾ ജയിച്ചില്ല ഇവരെ ഞാനെങ്ങനെ ജയിക്കും? ആ എന്നാലും പോട്ട് സാർ. ആണുങ്ങൾ ജയിക്കാത്ത എത്രയോ സ്ഥലത്ത് നമ്മൾ സ്ത്രീകൾ ജയിച്ചു കാണിച്ചു. സോ റെഡി, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി, 1 2 3 മ്യൂസിക്. ചേച്ചി അതേപോലെ തന്നെ അതിന്റെ നേരെ നിക്ക്. നിങ്ങളിത് കാണുക. ഈ ഭൂഗോളത്തിൽ why this man is called a genius. എന്തുകൊണ്ടാണ് ജീനിയസ് എന്ന വിളിപ്പേരിന് പോർച്ചുഗലിന്റെ ഈ പ്രിയപുത്രൻ അർഹനായത് എന്ന് അടിവരയിട്ട് തെളിയിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. കൊച്ചു കള്ളി, ഇതൊക്കെ എന്റെ വീട്ടിൽ പഠിച്ചിട്ടാണ് വരുന്നതല്ലേ? യവം പുലിയാണ്. What a goal! ക്രിസ്ത്യാനോ റൊണാൾഡോ. കഴിഞ്ഞോ? ഗെയിം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്നല്ല അടിച്ചിട്ട് പോട്ടെന്ന് വിചാരിച്ചു. 4 അടിച്ചു കളഞ്ഞു. എന്റെ ഒരു സമ്മാനം തകർന്നു പോയി സുരേഷ് ചേട്ടന്റെ മനസ്സ്. എന്തായാലും ഞാൻ സേതു അമ്മയ്ക്ക് ഒരു സമ്മാനമുണ്ട്. അടുത്തത് നമുക്ക് ഇദ്ദേഹത്തിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് അറിയണ്ടേ? സുരേഷ് ചേട്ടന്റെ പണിഷ്മെന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഡയലോഗില്ലേ, കിരീടത്തിലെ ഡയലോഗ്, കത്തി താഴെ ഇടടാ നിന്റെ അച്ഛനാ പറയുന്നേ. തിലകൻ ചേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് പല മോഡുലേഷനിൽ പറയണം. അതായത് ഇപ്പൊ കരഞ്ഞുകൊണ്ട് പറയണം, ചിരിച്ചുകൊണ്ട് പറയണം, പിന്നെ ദേഷ്യം ഒരു ദേഷ്യത്തിൽ പറയണം, പിന്നെ കുഞ്ഞു പിള്ളേര് പറയില്ലേ, കുഞ്ഞു പിള്ളേര് കത്തി മാസ്റ്റർ സുരേഷ് എങ്ങനെ പറയോ അതുപോലെ പറയണം. പിന്നെ റൊമാൻറ്റിക് ആയിട്ട് സേതുമ്മയെ നോക്കിയിട്ട് കത്തി താഴെ ഇടടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ 4 മോഡുലേഷൻ. റെഡി? ഇരുന്നോണ്ട് പറഞ്ഞാൽ മതി. മോനെ കത്തി താഴെ ഇടാ, നിന്റെ വാപ്പയാണോടാ പറയണ കത്തി താഴെ ഇടാ. ഈ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാം. കത്തി തന്നെ പറയണോ? അത് വേറെ കത്തിയായി പോവില്ലേ? വേറെന്ത് പറയാൻ പറ്റും? വേറെ എന്തെങ്കിലും പറഞ്ഞോട്ടെ. അച്ഛൻ്റെ അടുത്തല്ലേ പറയണ. മോനേടാ ആ കുപ്പിഞ്ഞതാണ് അച്ഛനാണ്. ഇനിയിപ്പൊ കുഞ്ഞു വാവയാണ്, ഇപ്പൊ ചേട്ടനാണ് കുഞ്ഞു വാവ, അമ്മയോടോ അച്ഛനോടോ പറയണം, ഇത് താ എനിക്ക് കത്തി താന്ന് പറയണം. അമ്മ 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 ആ ചൂലിച്ചത് അമ്മ അച്ഛൻ 2 അടി കൊടുക്കാനാണ്. അടിക്കണോ മോനെ? സുരേഷ് അടിപൊളി, കലകി. എല്ലാം ഗംഭീരമായിട്ട് തന്നെ കൈകാര്യം ചെയ്തു. മിടുക്കൻ മാസ്റ്റർ സുരേഷ് പൊളിച്ച്. ഇതുപോലെ ഒരു പണിഷ്മെന്റ് ഇവിടെയും കൊടുക്കണം. എന്തിനാ? അവിടെ ജയിച്ചില്ലേ? എന്നാലും പറയട്ടെ. ചേച്ചി എന്ത് പറയും? കത്തി താഴെ ഇടാ, നിന്റെ അമ്മയാ പറയുന്നേ. കത്തിയുടെ താഴെ ഇടാ, നിന്റെ അമ്മയാണ്. കത്തി താഴെ ഇടാ, നിന്റെ അമ്മയാണ് പറയുന്നത്. ഇനി ചിരിച്ചോണ്ട് എന്റെ മോനെ കത്തി താഴെ ഇടാ, നിന്റെ അമ്മയാണ് പറയുന്നത്. മക്കളെ ഇനി എന്താ? കരഞ്ഞോണ്ട് കരഞ്ഞോണ്ട് കത്തി താഴെ ഇട്, നിന്റെ അമ്മയാണ് പറയുന്നത്.